പെരുന്നാൾ ദിനത്തിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായി കൊണ്ടുനടക്കുകയാണ് വസീഫ്. വസീഫ് ഇന്ന് രാവിലെ വീട്ടിലായിരുന്നു, മലപ്പുറത്തെത്തി വീടുകളിലേക്കും വ്യക്തികളെയും കാണാനുള്ള പ്രചരണം തുടരുന്നു അല്ലേ? അതെ, രാവിലെ ഇന്നലെ രാത്രി ഇവിടെ കടകളിലും മറ്റും പെരുന്നാൾ തിരക്കുള്ള കടകളിൽ, അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളിൽ, കവലകളിൽ ഒക്കെ ഇറങ്ങി. എന്നിട്ട് പരമാവധി ആളുകളെ കണ്ടു. ആളുകൾ ഇറങ്ങുന്നിടത്തൊക്കെ നമ്മളും ഉണ്ടാവുക എന്നുള്ളതാണല്ലോ. 26-നുള്ളിൽ പരമാവധി വോട്ടർമാരെ എല്ലാം നേരിട്ട് കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഓട്ടമാണ്, അതിനുള്ളൊരു ശ്രമമാണ്. ഇന്ന് തന്നെയാലും പെരുന്നാളിലാകുമ്പോൾ എല്ലാവരും കവലകളുണ്ടാവുമല്ലോ. അപ്പോൾ രാത്രി 12 മണി വരെ ഇവിടെയൊക്കെ ആളുകളെയൊക്കെ കണ്ടു. അങ്ങനെ ഇന്നലെ അങ്ങനെ നമ്മൾ ഷെഡ്യൂളില്ല. പിന്നെ ഇങ്ങനെ ആളുകളെ പരമാവധി കാണുക എന്നുള്ളതാണ്. പരസ്യ പ്രചരണ പരിപാടി മിനിയാന്ന് അവസാനിപ്പിച്ചു. ഇനി 12-13 ഉള്ളത്. രാവിലെ വീട്ടിൽ നിന്ന് വീട്ടുകാരോടൊപ്പം പെരുന്നാൾ സന്തോഷത്തോടു കൂടി ആഘോഷിച്ച് എല്ലാവരോടും. സാധാരണ പൊതുപ്രവർത്തകർക്കൊക്കെ ഈ പെരുന്നാളും ആഘോഷങ്ങളൊന്നും വീട്ടിൽ ആഘോഷിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവാറില്ലല്ലോ. എങ്ങനെയാണ് പെരുന്നാള് അതേപോലെ വിഷു, ഓണം ഒക്കെ അധികവും വീട്ടിൽ തന്നെയാണ്, വീട്ടിലാണ് നമ്മളുണ്ടാവുക രാവിലെ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് മറ്റിടങ്ങളിലേക്ക് പോവുക. ഇന്നും അങ്ങനെ തന്നെയാണ്, രാവിലെ വീട്ടിലും ഒക്കെ ഇരുന്ന്. പെരുന്നാളിന്റെ ദിവസം പ്രചരണത്തിന് ഇറങ്ങുന്നത് ആദ്യമായിട്ടായിരിക്കും. അതെ അതെ. അല്ല, കഴിഞ്ഞതിലും ഉച്ചയ്ക്ക് ശേഷമൊക്കെ നമ്മൾ വീട് കയറുന്ന പ്രവർത്തനത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഇതിനു മുമ്പും നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇലക്ഷനുകളൊക്കെ നടന്നല്ലോ. ഞാൻ മത്സരിച്ചില്ലെങ്കിലും കുറെ കാലങ്ങളായിട്ട് നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉണ്ടാവുമല്ലോ. അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ നടക്കും. എങ്ങനെയാണ് നിങ്ങളൊരു പെരുന്നാൾ ഓർമ്മകളൊക്കെ? അല്ല, പെരുന്നാൾ ഇങ്ങനെ തന്നെയാണ്. ഒന്ന്, എൻ്റെ നാട്ടിൽ എനിക്കൊരു ക്ലബ്ബുണ്ട്, ഞങ്ങളുടെ ഒരു ക്ലബ്ബുണ്ട് മാനവ എന്ന് പറഞ്ഞിട്ട്. അതാണ് ഞങ്ങൾ പെരുന്നാളിന് എങ്ങനെയെങ്കിലും പെരുന്നാളിന് നാട്ടിലെത്തുക എന്നുള്ളത്. ക്ലബ്ബിലെ ആളുകളൊക്കെ ആയിട്ട് കൂട്ടി ഒരു വർഷത്തേക്കുള്ള വായനശാലയൊക്കെ ഉള്ളതാണ്. ചെലവിനാവശ്യമായ പത്രങ്ങൾക്കും മാസികകൾക്കൊക്കെ ഉള്ള പണം കണ്ടെത്തുക ഈ പെരുന്നാൾ പിരിവിലാണ്. അവിടെയുള്ള എല്ലാ പള്ളികളും കേന്ദ്രീകരിച്ച് എല്ലാവരോടും ഇറങ്ങുന്ന കവലകളിൽ നിന്നൊക്കെ പണപ്പിരിവൊക്കെ നടത്തി അത് ഞങ്ങൾ അക്കൗണ്ടിലൊക്കെ ഇട്ട് അതിലൂടെയാണ് ഈ മാസവരിയൊക്കെ കൊടുക്കുക. അപ്പോൾ അത് മറ്റൊരു ഗുണം കൂടി എന്താ വെച്ചാൽ എല്ലാവരെയും കാണും. ആ പ്രദേശത്തുള്ള എല്ലാവരെയും നമുക്ക് കാണാൻ പറ്റും പെരുന്നാളിൻ്റെ ഭാഗമായിട്ട്. അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതാണ് നമ്മളൊരു പെരുന്നാൾ. പിന്നെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ബന്ധുക്കളെ വീടുകൾ, നമ്മുടെ സുഹൃത്തുക്കളെ വീടുകൾ ഒക്കെ പരമാവധി പറ്റാവുന്ന രീതിയിലൊക്കെ പോകും. കുറച്ച് സമയം ഉറങ്ങും. അതെ 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 അതെ. ഇപ്പം സത്യത്തിൽ നല്ല ചൂടാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഒരു വലിയ ലക്ഷ്യം വരുമ്പോൾ നമ്മൾ അതിനകത്ത് വേറെ പ്രതിസന്ധികളൊന്നും നോക്കൂലല്ലോ. എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റി പോകണം എന്നല്ലേ പറയാം. ഏകദേശം പ്രചരണം തുടങ്ങി ഒരു മാസത്തോളമായി കഴിഞ്ഞല്ലോ. ഒരു മാസം കഴിഞ്ഞു. എങ്ങനെയാണ് ഇതുവരെയുള്ള ഒരു വിലയിരുത്തൽ? ഓരോ ദിവസം കഴിയുമ്പോഴും വലിയ പ്രതീക്ഷയാണ്. പ്രത്യേകിച്ചിപ്പോൾ ഇന്നലെയൊക്കെ ഞങ്ങളെ കൂടെ വന്ന മാധ്യമപ്രവർത്തകരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഒരു തയ്യാറെടുപ്പും ഇല്ലാതെയാണ് ഞങ്ങൾ ഈ കടകളിലും അതുപോലെ തന്നെ ഈ പൊതു ഇടങ്ങളിലൊക്കെ പോയത്. നേരിട്ട് ചെല്ലുക. ആകെ ഒരാൾ മാത്രം, അതായത് ഇപ്പോൾ നമുക്ക് നിങ്ങളോട് ഞാൻ തുറന്നു പറയാം, ഒരാൾ മാത്രമാണ് ഒരു പ്രയാസം. അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. എന്നിരുന്നാലും അദ്ദേഹത്തിന് സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് എതിർപ്പില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഈ അയാൾ ഉദ്ദേശിച്ച കാര്യം ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ്. അത് ലേശം റിസ്കി അങ്ങനെ കാര്യങ്ങളാണ്. അപ്പോൾ അത് ഞാൻ ഉറപ്പ് കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അത് അതിനുള്ള പ്രതിസന്ധി പറഞ്ഞു കൊടുത്തു. ബാക്കി കണ്ടെടുത്തെല്ലാം വലിയ സ്നേഹം, വലിയ പ്രതീക്ഷയോടുകൂടിയ സംസാരങ്ങൾ. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും ഒക്കെ പ്രവർത്തകർ നമ്മളോട് ചെവിയിൽ വന്നിട്ട് ഇത്തവണ നിങ്ങൾ ജയിച്ചില്ലെങ്കിൽ ഞങ്ങളെ കാര്യമൊക്കെ പോക്കാന്നൊക്കെ പറയുന്നുണ്ട്. അതായത് അതിന്റെ ഒരു ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു യുവജനങ്ങൾക്കുള്ള ഒരു പരിഗണന, വലിയ വലിയ സംസാരം. അതിപ്പോൾ അതിന്റെ ലീഡർഷിപ്പ് ഒക്കെ ഒന്നും നമ്മളോട് പറയില്ലല്ലോ. പക്ഷേ ഈ നമ്മൾ നേരിട്ട് കാണുന്ന ഇവരുടെ പ്രവർത്തകരെല്ലാം നമ്മളോട് വലിയ പ്രതീക്ഷയോട് കൂടിയാണ് സംസാരിക്കുന്നത്. അവരുടെ കൂടെ ആവശ്യമാണ്, അവരും കൂടി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് സംസാരങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും മലപ്പുറത്ത് വലിയ ഒരു അത്ഭുതം സൃഷ്ടിക്കും എന്ന് തന്നെയാണ് ഇത്തവണ ഞങ്ങൾ കരുതുന്നത്. ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. ഇനി എങ്ങനെയാണ് ദിവസത്തെ പ്രചാരണത്തിന്റെ പ്ലാൻ? അല്ല, നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സമയബന്ധിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് മണ്ഡലം കമ്മിറ്റി. അതിനനുസരിച്ചാണ് പോവുക. അത് പരസ്യ പ്രചരണങ്ങളുണ്ട്, പിന്നെ ചെറിയ റോഡ് ഷോകൾ, വലിയ ആൾക്കൂട്ടം വെച്ചുള്ള പരിപാടികളല്ല,
കാരണം ആളുകളെ വല്ലാതെ, എന്നാലും റോഡ് ഷോകൾ ആളുകളെ പരമാവധി ആളുകളെ കാണാനുള്ള ഒരു ശ്രമമാണ്. അതിനുവേണ്ടിയുള്ള ഒരു ക്രമീകരണമാണ് ഉണ്ടാക്കി വെച്ചത്. എന്താണെങ്കിലും മലപ്പുറം മാറി ചിന്തിക്കട്ടെ, അതിന് ഒരു മാറ്റം കൊണ്ടുവരാൻ വസീഫിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ പെരുന്നാൾ ദിനത്തിലും പ്രചരണവുമായി സജീവമായി മലപ്പുറത്തുണ്ട് വസീഫ്. അഖിലോട്ട് പറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18.